ഹായ് നമസ്കാരം. എല്ലാവർക്കും മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്ന് ഏറ്റവും ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റിൽ ട്രേഡേഴ്സിന് വളരെ നല്ല എഡ്ജ് കിട്ടുന്നുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിക്കുള്ളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, നിഫ്റ്റി എന്നിങ്ങനെയുള്ള ഡെയിലി മൂവ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിൻ്റെ അനാലിസിസിൽ നമുക്ക് വളരെ നല്ല റിട്ടേൺ ആണ് അവിടെ കിട്ടുന്നത്. ഗ്രൂപ്പിനുള്ള ഒരുപാട് മെമ്പേഴ്സ്, ഞാൻ എടുക്കുന്നതിനേക്കാളും കൂടുതൽ ട്രേഡേഴ്സ്, ഞാൻ എടുക്കുന്നതിനേക്കാളും കൂടുതൽ ട്രേഡ്സ് അവരെടുക്കുന്നുണ്ട്. അവരിന്നും ആക്റ്റീവ്ലി നിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നാച്ചുറൽ ഗ്യാസും ക്രൂഡ് ഓയിലും നിഫ്റ്റി ഫ്ലാറ്റ് ആവുന്ന ദിവസം, ഇല്ലെങ്കിൽ നിഫ്റ്റി വീക്കാവുന്ന ദിവസങ്ങളിലൊക്കെ ഒന്നുകിൽ നിഫ്റ്റിയെ ഷോർട്ട് ചെയ്യാം, നിഫ്റ്റിയിൽ ലോങ് പോവാം. ഇതിനേക്കാളും കൂടുതൽ ട്രേഡ്സ് ആക്ച്വലി ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസിലും ട്രിഗർ ആകുന്നുണ്ട്. എന്നാണ് ഞാൻ ചെയ്തിരുന്നു. ഇൻട്രാഡേ ചെയ്തിരുന്നു. മാർക്കറ്റ് കയറുന്ന സമയത്ത് ഇൻട്രാഡേ ചെയ്തിരുന്നു. നിഫ്റ്റി ഓപ്ഷൻസ് ട്രേഡ് ചെയ്തിരുന്നു. ക്രൂഡ് ഓയിൽ ചെയ്തിരുന്നു. നാച്ചുറൽ ഗ്യാസ് പിന്നെ ചെയ്തില്ല. അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള നല്ലൊരു P&L വന്നതിന് ശേഷം വീണ്ടും ഒരു ട്രേഡിലേക്ക് കയറാൻ തോന്നിയില്ല. നാച്ചുറൽ ഗ്യാസ് പിന്നെ അതിനുശേഷം വീണ്ടും മൂവ് ചെയ്ത് കണ്ടു. ഓക്കെ, അപ്പോൾ അത് അത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് അത് അത്രയും ലാഭത്തിലാണ് എന്നാണ് എൻ്റെ പ്രതീക്ഷ, നല്ലൊരു SL വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക്. അപ്പോൾ അതാണ് തംബ്നെയിലിനകത്ത് പറഞ്ഞത്. അത് വളരെ സോളിഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. എവിഡൻ്റ് ആയിട്ട് ഞാൻ കാണുന്നുമുണ്ട്. അത്രയും ഹാപ്പിയാണ് ഗ്രൂപ്പിനുള്ളിലുള്ള ആൾക്കാർ. സന്തോഷം. അടുത്തത്, ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, ഇന്ത്യ-US എഗ്രിമെന്റ് നടക്കുമ്പോൾ അത് വളരെ ടൈറ്റ് ആയിട്ട് അതിൻ്റെ ചർച്ചകൾ നടക്കുകയാണ്. ഐ തിങ്ക് ഒരു 10 ദിവസത്തിനകത്ത് അതിൻ്റെ ഡേറ്റ് ഉറപ്പായിട്ട് കൺഫേം ആവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ, ക്രിസ്മസിന് മുന്നേ തന്നെ. അപ്പോൾ അതിൽ ഞാൻ കേട്ടൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ നല്ലൊരു ഡീലാണ് തന്നിരിക്കുന്നത് എന്ന് അമേരിക്കൻ സൈഡിലുള്ള വ്യക്തി സംസാരിച്ചു. അപ്പോൾ ആക്ച്വലി അത് കാരണം ഇന്ന് മാർക്കറ്റ് കുറച്ച് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത. പക്ഷേ എൻ്റെ വറിയിങ് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ആയിരിക്കും അത്. എനിക്ക് തിരിച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് അമേരിക്കയ്ക്ക് ഗുഡായിട്ടുള്ള ഒരു ഡേറ്റയാണ് ഇന്ത്യയിൽ നിന്ന് കിട്ടിയതെന്നാണ്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ആണ് ഇന്ത്യയിൽ നിന്ന് കിട്ടിയത് എന്ന് പറയുമ്പോൾ അത് കൂടിയിരിക്കാനുള്ള സാധ്യതയല്ലേ കൂടുതൽ. ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഡേറ്റ കിട്ടി എന്ന് ഇന്ത്യൻ സൈഡിലുള്ള വ്യക്തി വന്ന് നമ്മുടെ മാധ്യമങ്ങളിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എക്സ്പെക്ട് ചെയ്യാം ഒരു 10 to 12 അല്ലെങ്കിൽ 15% എന്നുള്ളത്. എന്നാൽ അമേരിക്കൻ സൈഡിലുള്ള ഒരു വ്യക്തി വന്നിട്ട് അത് നല്ലൊരു ഡീല് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഹയർ സൈഡിലേക്ക്, ഞാൻ ഉദ്ദേശിച്ച ബാൻഡ് ഒരു 30 മാക്സിമം ആണ്. അപ്പോൾ ഹയർ സൈഡിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയില്ല, 25 to 30 പോകാൻ സാധ്യതയില്ലേ എന്ന് എനിക്ക് ഡൗട്ട് അടിക്കുന്നുണ്ട്. സോ അതത്ര നല്ലൊരു പരിപാടിയല്ല. പക്ഷെ വി ആർ ഡേ ട്രേഡേഴ്സ്, ഇൻട്രാഡേ ട്രേഡേഴ്സ്. സോ മാർക്കറ്റ് താഴോട്ട് പോയാലും നമുക്ക് ഷോർട്ട് ചെയ്യാൻ അറിയാം, ഒരു പുട്ട് ഓപ്ഷനിലോ അതിൻ്റെ ഒരു ഡയറക്ഷനിലേക്ക് പോകാൻ അറിയാം. മാർക്കറ്റ് കയറി വന്നാലും സന്തോഷം തന്നെ, നമ്മുടെ കയ്യിൽ കുറേ സ്വിംഗ് സ്റ്റോക്സ് കിടപ്പുണ്ട്. അപ്പോൾ ഇന്നലെ അതുപോലെ ഗ്രൂപ്പിൽ ഇട്ടിരുന്ന 2 മെയിൻ സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് KPIT ടെക്, രണ്ടാമത്തത് KFin ടെക്നോളജീസ്. അത് രണ്ടും ഇന്നലെ 3-4% കയറി. ഞാൻ എൻ്റെ പൊസിഷൻ, എൻ്റെ 2 അക്കൗണ്ടിനകത്ത് ഞാൻ ആ പൊസിഷൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ അടുത്ത് ഞാൻ P&L ഷെയർ ചെയ്യാറുണ്ട്. സോ അവിടെ ആ പൊസിഷൻസ് അവിടെ കിടപ്പുണ്ട്. നിങ്ങൾ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ ഞാൻ ഗ്രൂപ്പിൽ ഓൾറെഡി ഇൻട്രാഡേ ഷെയർ ചെയ്തതാണ്. ഇൻട്രാഡേയിലെ 3 ടാർജറ്റ് അടിച്ച KPIT ആണെന്ന് തോന്നുന്നു. KFin ടെക് 3 ടാർജറ്റ് ഹിറ്റ് ചെയ്തു. അതായത് 3 ഇരട്ടിയാണ് അതിൻ്റെ റിട്ടേൺ. 1:1.5 എടുത്തെങ്കിൽ അത് ഓൾമോസ്റ്റ് 4.5% അത് കയറിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പല സ്റ്റോക്സും കയറിയിട്ടുണ്ട്. വളരെ നല്ല ട്രേഡ്സ് അവിടെ പോകുന്നുണ്ട്. നിങ്ങളൊക്കെ അതിൽ പാർട്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫൈൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസിലേക്ക് പെട്ടെന്ന് കയറാം.
ഓക്കെ, ഇതാണ് നിഫ്റ്റിയുടെ ഇന്നലത്തെ അനാലിസിസ്. ഇന്നലെ ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴേക്ക് പോകും എന്ന് പ്രതീക്ഷിച്ചിട്ട് ഇത് ജസ്റ്റ് ഒരു പോയാൽ എങ്ങനെ എന്നുള്ളത് നോക്കി പോയില്ല. ഇത് എൻ്റെ കയ്യിൽ പൊസിഷൻ ഇല്ലായിരുന്നു. തിരിച്ച് മാർക്കറ്റ് ബൗൺസ് ചെയ്ത് വരുന്ന കാണുമ്പോൾ അതിനകത്തൊരു ബൗൺസിങ് ഫാക്ടർ ഫീൽ ചെയ്യുകയും ഈ ബൗൺസിങ് ഫാക്ടറിൻ്റെ ഇടയിൽ 740 മേളിൽ കയറിയപ്പോൾ തന്നെ ഈ ക്യാൻഡലിൽ, ഇത് 15 മിനിറ്റ് ക്യാൻഡിലാണ്, ഇതിനിടയിൽ 3 ക്യാൻഡിൽസ് ഉണ്ട്. സോ അതിനുള്ളിൽ 5 മിനിറ്റ് ക്യാൻഡലിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഈ ഒരു റാലി കിട്ടി, ഇവിടെ ഒരു റാലി കിട്ടി. പിന്നീട് അതിനുശേഷം ഒരു ട്രേഡ് പോയിട്ടുണ്ട്, ഗ്രൂപ്പിനകത്തുള്ളവർക്ക് ആ ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷൻ. ഇന്ന് മാർക്കറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ ഈ ഒരു ഏരിയയിൽ റെസിസ്റ്റൻസിൽ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ വെയിറ്റ് ചെയ്യുക. 960 മേളിൽ ഇന്ന് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ 960 ഈ ഒരു ഏരിയയിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക. വെയിറ്റ് ചെയ്യുക. ഈ ഒരു ഏരിയയ്ക്ക് മേളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, നമുക്ക് ഈ ഒരു ഏരിയയിലാണ് വരുന്നതെങ്കിൽ മാർക്കറ്റിന് ഒരു അടുത്തൊരു അപ് ട്രെൻഡിനുള്ള സാധ്യത വരും. ഇത് നോക്കാം. ഈ ഒരു ഏരിയയിലേക്കാണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ഇനി അടുത്തൊരു അപ് ട്രെൻഡ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. സോ ലെവൽസ് നിങ്ങൾക്ക് അറിയാം, 100, 240, 380 ലെവൽസാണ്. ഇത് തന്നെയാണ് നേരത്തെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇത് മേളിലേക്കുള്ള ലെവൽസ് ഇല്ല. ഇനി ഒരു നെഗറ്റീവ് സൈഡിലേക്ക് പോയാൽ ഈ ഒരു 880 ജസ്റ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു 860 താഴേക്ക് വന്നു കഴിഞ്ഞാൽ 800, 720 പോകും എന്നുള്ളത് ഇനി പറഞ്ഞു തരേണ്ട ആവശ്യം നിങ്ങൾക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല. സോ ഇതാണ് നിഫ്റ്റിയുടെ അനാലിസിസ്. വെയിറ്റ് ചെയ്യുക. ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യാൻ സാധ്യത. 900 നിൽക്കുന്നെങ്കിൽ നമ്മളൊരു 960, 26,000 ഇതിൻ്റെ ഇടയിലായിരിക്കും. ഈ ഒരു ലെവൽ നിങ്ങൾക്ക് അറിയാം, എക്സ്ട്രീംലി ട്രേഡ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഏരിയയാണ്. ഒരു പക്ക ബോക്സാണ്. ഞാനിവിടെ തൽക്കാലം വരച്ചിട്ടിട്ടില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ വരച്ചിടാറുണ്ട്, പക്ഷെ ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള വരകൾ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുള്ളത് കാരണം ഞാൻ അതിനെ തൽക്കാലം ഡിലീറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വെയിറ്റ് ചെയ്യുക. വേണമെങ്കിൽ ഇപ്പം തന്നെ അത് വരച്ചിട്ട് പോവാം. ഈ ഒരു ലെവലിൽ മാക്സിമം ട്രേഡ് ചെയ്യാതിരിക്കുക. ഒരു കോൺഫിഡൻസ് കിട്ടുന്ന ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക, അതിനുശേഷം മാത്രം പോവുക. സോ ഇതാണ് ഇന്നത്തെ ചാർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ചാർട്ടിനെ വേണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിനകത്ത് ഇട്ടിരിക്കാം. ഓക്കെ, അടുത്തത് നമുക്ക് ക്രൂഡ് ഓയിലിലെ അനാലിസിസിലേക്ക് പോവാം. ഓക്കെ, ക്രൂഡ് ഓയിലിൻ്റെ അനാലിസിസിൽ പോയാൽ ക്രൂഡ് ഓയിൽ അത്യാവശ്യം നല്ല ഫോള് നമുക്ക് കിട്ടി. ക്രൂഡ് ഓയിൽ ഇതുപോലെ തന്നെയാണ്, മേളിലേക്ക് ഒരു ട്രെൻഡിലേക്ക് പോകുന്നത് പോലെ കാണിച്ചു. എന്നിട്ട് ഇതിലൊരു കുഞ്ഞ് സ്റ്റോപ്പ് ലോസ് എനിക്ക് ഹിറ്റ് ചെയ്തു. വളരെ ചെറിയൊരു പൊസിഷനേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം ക്യാൻഡിലുകൾ അത്ര സ്ട്രോങ് അല്ലായിരുന്നു. അത് കാരണം ഞാൻ വോളിയം കൂടുതൽ എടുത്തില്ല. അതിനുശേഷം അടുത്ത ക്യാൻഡിലുകൾ വളരെ ശക്തമായി വീഴാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയി. അത് അത്യാവശ്യം കയ്യിൽ ഹോൾഡ് ചെയ്തിരുന്നു. ഇവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. സെക്കൻഡ് ടാർഗറ്റ് 44 താഴേക്ക് വന്നപ്പോഴേക്കും ഞാൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കി. അതിനുശേഷം വൈകുന്നേരം വീണ്ടും ഇതിന് ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു. ഈ ട്രേഡ് പേഴ്സണലി ഞാൻ എടുത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിൻ്റെ കൂടെ നാച്ചുറൽ ഗ്യാസും വീഴുന്നിട്ടുണ്ടായിരുന്നു. സോ ഇനി ഇതെന്ത് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സപ്പോർട്ട് റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റേഞ്ചാണ് 5164. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴേക്കുള്ള ഒരു ട്രെൻഡിനെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്യാന്നുള്ളതാണ്. സോ ട്രെൻഡ് ലൈൻ ഇങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്ത് വയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ സപ്പോർട്ടിൽ നിന്ന് എങ്ങനെ പോകുന്നു എന്നുള്ളത് നോക്കുക. ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ താഴേക്കോ, ഇല്ലെങ്കിൽ 5196 മേളിലോ, 224 മേളിലോ കയറിയാൽ ഇനി ഒരു തിരിച്ചൊരു യു ഷേപ്പ് റിക്കവറിക്കുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് മാത്രമേ ക്രൂഡ് ഓയിലിനകത്തുള്ളൂ. നാച്ചുറൽ ഗ്യാസ് കൂടെ പെട്ടെന്ന് നോക്കാം. നാച്ചുറൽ ഗ്യാസും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫോളായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നലത്തെ ഡേയിൽ ഇതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് മെയിൻ ട്രേഡിങ് ഏരിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്നലെ മാർക്കറ്റ് ഇതിന് മേളിൽ ട്രേഡ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഇതിന് താഴേക്ക് വന്ന ഈ ഒരു ക്യാൻഡിൽ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ട്? ഇതൊരു 408 മേളിൽ താഴേക്ക് ഇതിനെ ഷോർട്ട് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 412 തൊട്ടുണ്ടായിരുന്നു. 412 തൊട്ട് 402 വരെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. 402 താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. 396 താഴേക്കും വീണ്ടും ട്രേഡ് ഉണ്ടായിരുന്നു. ടാർഗറ്റ് 388 ആയിരുന്നു. ഇതെല്ലാം ഹിറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് നല്ല കുറേ ട്രേഡ്സ് പോയിട്ടുണ്ട്. ഇന്ന് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ 376, ഓക്കെ, 376, 364, ഓക്കെ, 364,
താഴേക്ക് 348ഒക്കെയാണ് അടുത്തിനി ഉള്ളത്. ഓക്കെ, ഈ ലെവൽസ് ആണ് ഇനി വാച്ച് ചെയ്യാനുള്ള ലെവൽസ്. ഇതിനുള്ളിൽ കുറേ ലെവൽസ് ഉണ്ട്, എന്നാലും ഞാൻ തൽക്കാലം ഇത്രേ പറയുന്നുള്ളൂ. ഈ ലെവലിനുള്ളിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് കയറാനുള്ള ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. നോക്കുക, മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് 400ലേക്ക് പോവുമോ, ഇല്ലെങ്കിൽ ഇതിൻ്റെ 380ൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് ഇത് ഈ ഒരു 364ലേക്ക് പോകാനോ സാധ്യതയുണ്ട്. സോ ഇതാണ് എൻ്റെ ഇന്നത്തെ അനാലിസിസ്. നന്നായിട്ട് ട്രേഡ് ചെയ്യുക. ട്രേഡ് സേഫ്. ടേക്ക് കെയർ. ബൈ.